വിനയൻ. ഇപ്പോൾ ഏതാനും നിമിഷം മുമ്പ് മോഹൻ നമ്മുടെ നിരവധി വ്യത്യസ്തമായ സിനിമകൾ 80കളിലും ഒക്കെ സമ്മാനിച്ച മോഹൻ വിട പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം എങ്ങനെ വിലയിരുത്തുന്നു ശ്രീ വിനയൻ? ഞാൻ ഇപ്പോഴാണ് മോഹനേട്ടൻ്റെ വിട പറയലിനെ പറ്റി ഉള്ള വിവരം അറിഞ്ഞത്. ഞാൻ ഒരു FB പോസ്റ്റ് എഴുതുന്ന സമയത്താണ് എനിക്ക് കോൾ വന്നത്. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഒരു പ്രോജ്വല പ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇതിഹാസ കലാകാരൻ തന്നെയായിരുന്നു മോഹനേട്ടൻ. അദ്ദേഹം ക്ലാസിക് സിനിമകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പിടി സിനിമകൾ നമുക്ക് തന്നതാണ്. അദ്ദേഹത്തിന്റെ 2 പെൺകുട്ടികളാകട്ടെ, വിട പറയും മുമ്പേ ആകട്ടെ, രചനയാകട്ടെ, ഒക്കെ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ ചർച്ചയാക്കിയിട്ടുള്ള കലാസൃഷ്ടികളായിരുന്നു. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിയാവുന്ന മോഹനേട്ടൻ ഒരു വലിയ പ്രതിഭ പോലെ തന്നെ ആരുടെയും മുഖത്ത് നോക്കി, എത്ര വലിയ ആളുടെയും മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയാനും വിമർശിക്കാനും മടിയില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ വലിയ നഷ്ടമാണ്. അദ്ദേഹം കുറെ നാളായി അസുഖമായിട്ട് കിടപ്പിലാണ്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. കാരണം ഞാൻ ഈ മലയാള സിനിമയിൽ ആദ്യമായിട്ട് മൈക്രോ ഫെഡറേഷൻ ഉണ്ടാക്കുമ്പോൾ, അതിന്റെ ബയല ഉണ്ടാക്കുമ്പോൾ, അതിന്റെ രൂപീകരണത്തിനായിട്ടൊക്കെ എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹായിച്ച, വളരെ നിശബ്ദമായിട്ട് എൻ്റെ കൂടെ നിന്ന് സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒടുവിൽ ഈ വൻ ശക്തികൾ എന്നെ വിലക്കി ഞാൻ പോരാട്ടം നടത്തുന്ന സമയത്ത് വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ എന്നെ നിലനിർത്തിയ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഡയറക്ടർ മോഹൻ എന്ന് പറയുന്ന ഒരു വലിയ മൈൽ സ്റ്റോണായി, വലിയൊരു നക്ഷത്രമായി തന്നെ നിൽക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. വിനയൻ, അതേപോലെ തന്നെ ശ്രീ വിനയൻ, സംവിധാന രംഗത്ത് നില ഉറപ്പിച്ചിട്ടുള്ള വിനയൻ, അറിയാം ഈ മേഖലയിൽ അങ്ങ് നേരിടുന്ന പോരാട്ടങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. ഇതേപോലെ മോഹൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മോഹൻ ആരുടെ മുഖത്ത് നോക്കിയും കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ഒരു സ്വഭാവ രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അതുകൊണ്ടാണോ ഏതാനും കാലങ്ങളായി അദ്ദേഹം പുതിയ സിനിമകളൊന്നും ഇല്ലാതെ നിലനിന്ന ഒരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായത്? അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് കൊണ്ട് ആണ് എന്ന് പറയാൻ കഴിയുമോ ശ്രീ വിനയൻ? തീർച്ചയായിട്ടും പറയാം. അത് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. ഒരു സമയത്ത് അദ്ദേഹം എൻ്റെ കൂടെ നിന്നു. വിനയന്റെ ഭാഗത്താണ് ശരി, നിങ്ങൾ ആ സംഘടന തകർത്ത് നിങ്ങളുടെ ചില ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഇദ്ദേഹം പല സിനിമയിലെ വലിയ ആൾക്കാരോടൊക്കെ എനിക്കറിയാം, എൻ്റെ മുമ്പ് വെച്ചും പറഞ്ഞിട്ടുണ്ട്. അത് ചിരിക്കൊണ്ട് അവര് പോകുമെങ്കിലും അതിനുശേഷം മോഹനേട്ടന് ഒരു ഡേറ്റോ അല്ലെങ്കിൽ മോഹനേട്ടനൊരു നല്ല സിനിമയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിഷമം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ നേരിട്ട് സിനിമയിൽ ഈ 19-ാം നൂറ്റാണ്ട്, എൻ്റെ 19-ാം നൂറ്റാണ്ട് കണ്ടിട്ട് എന്നോട് വിളിച്ചിട്ട് അരമണിക്കൂറോളം എന്നോട് സംസാരിച്ചു. കാരണം മറ്റൊന്നുമല്ല, നീ ഇവരുടെയൊക്കെ എതിർപ്പിനെയും വിലക്കിനെയും നേരിട്ട് ഇത്രയും നല്ലൊരു സിനിമ ചെയ്തതിന്റെ അഭിനന്ദനങ്ങളാണ് പുള്ളി തന്നത്. അപ്പോ മനസ്സിൽ ഒത്തിരി വാത്സല്യം ഉണ്ടായിരുന്നു എന്നോട് മാത്രമല്ല, പുള്ളി നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. സൈലന്റ് ആയിരുന്നു. ഇടിച്ചു കയറാനും അധികാരങ്ങൾ തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിൽക്കാത്ത ഒരു പച്ചയായ മനുഷ്യനായിരുന്നു മോഹനേട്ടൻ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ഞാൻ നിത്യശാന്തി നേരുകയാണ്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ അനുഭവിച്ചേച്ചിയും അത് തന്നെ അവർ ഭയങ്കര വിഷമത്തിലാണ് ആയിരിക്കും. അവരുടെ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു.